നമസ്കാരം, ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10-12 ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷാകാലമാണല്ലേ. അപ്പോൾ ബുദ്ധി മാത്രം പോരാ, ആരോഗ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ജങ്ക് ഫുഡൊക്കെ അങ്ങോട്ടൊന്ന് അവോയ്ഡ് ചെയ്യാം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഒരു പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ എടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യായാലും കുഴപ്പമില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തത്. ചെറിയ ഉള്ളി ഞാനിപ്പോൾ 2 കുട്ടികൾക്ക് കൊടുക്കാനുള്ള അത്ര ഭാഗത്തിനുള്ള ചോറിന് വേണ്ടിയിട്ടാണ് ഇത്ര ഉള്ളി എടുത്തത്. അപ്പോൾ ചോറ് കൂടുതൽ എടുക്കുന്നുവെങ്കിൽ ഉള്ളി കൂടുതൽ എടുക്കുക. നന്നായിട്ട് വറുത്തെടുക്കുക. ചെറിയ തീയിൽ വെച്ച് കരിഞ്ഞു പോകാതെ ഇതുപോലൊരു ഗോൾഡൻ ഷെയ്ഡ് കളറിൽ വരുന്നത് വരെ, മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിട്ടു. ഇതും ചെറിയ തീയിൽ വെച്ചിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ട നല്ല ഒരു മണം വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടിയുടെയും കുരുമുളകിൻ്റെയും ആ ചെറിയ ഉള്ളി മരിഞ്ഞതിൻ്റെയൊക്കെ കൂടെ ഇതിലേക്ക് നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ടാക്കുമല്ലോ, എന്തായാലും മട്ട റൈസാണ് എടുക്കുക. നല്ല തവിടുള്ള റൈസ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. വെള്ളച്ചോറായാലും കുഴപ്പമില്ല. അതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങാനീരും കൂടെ ഒഴിച്ചിട്ട് ഇനി തീ കൂട്ടി വെച്ച് നന്നായിട്ടത് മൊരിച്ചെടുക്കുക. ചെറിയ കുട്ടികൾക്കാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും കുരുമുളക് പൊടിയൊക്കെ അറിയാലോ, നമുക്ക് കഴിക്കാനും ടേസ്റ്റാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചോളും. ഈ റൈസിനൊപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഓംലെറ്റ് അല്ലാതെ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തൈര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കൂട്ടില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് വെച്ച് മൊരിയിച്ചെടുക്കണം. കണ്ടതുപോലെ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് മുട്ട. അത് നമുക്ക് വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് മൊരിച്ച് എടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നല്ല സ്പൈസിയാണ്. അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ഉണ്ടാവും, ഒരു മസാലയുടെ ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ 2 സൈഡ് ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ റൈസിനൊപ്പം സെർവ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് 2 മുട്ട, നമ്മുടെ മസാലയ്ക്ക് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള 2 മുട്ട. പിന്നെ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ അവിയലോ എന്തെങ്കിലും ഒരു പച്ചക്കറി, പിന്നെ കുറച്ച് തൈരും, പിന്നെ വേണമെങ്കിൽ ഡാൽ. ഇതൊന്നും ഇല്ല, വെറുതെ ചോറ് വേണം മാത്രമായാലും കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിയാണ്, ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയും. അതുപോലെ തന്നെ മുട്ടയും കൂടി ആകുമ്പോൾ പ്രോട്ടീൻ റിച്ച് ആണ്. വെജിറ്റബിൾസ് എല്ലാം കൊണ്ടും ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. കഴിക്കാനും ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ പരീക്ഷാക്കാലം കഴിയുന്നത് വരെ കുട്ടികളൊക്കെ ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുക, ബുദ്ധിമാന്മാരായിരിക്കുക, അതുപോലെ തന്നെ നന്നായി പരീക്ഷ എഴുതി വരിക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.